ഹായ് ഫ്രണ്ട്സ്, പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി ഒരു ജയറാം മൂവി. നോക്കാം ആശകൾ 1000 മൂവിയുടെ വിശേഷങ്ങൾ. ഇറ്റ്സ് മീ അനസ്, ഇറ്റ്സ് മീ അജേഷ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് വീഡിയോ. ഓക്കെ, അപ്പോൾ അതിനു മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഗീവ് അവേ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പൊ ഗൈസ്, നമ്മുടെ ഗീവയുടെ ഫസ്റ്റ് 2 ആളുകളാണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് വിജയിയാണ് നമ്മൾ ഫ്രെയിം ഇപ്പൊ കൊടുക്കുന്നത്. പക്ഷെ പേരെന്ന് പറഞ്ഞുതരും? ആകാശ്, റിഷാദ്. ബോയ്സ് സ്കൂളിൽ നമ്മൾ പേജ് ഫോളോ ചെയ്തില്ലേ? നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ. ഇപ്പൊ ചാനലില് ഫസ്റ്റ് നമ്മളെ ഗീവ് വിന്നർ ആണ് കേട്ടോ. അപ്പൊ നമ്മളിത് ഗിഫ്റ്റ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവർക്ക് കൊടുക്കുന്നത് A4 ആണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ വിജയിക്ക് നമ്മൾ കൊടുക്കുന്നത് A3 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരെ ഒരു സ്കൂൾ പിക്ചറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. വായിച്ചോട്ടാ, കൊടുത്തോളൂ. അപ്പൊ കൺഗ്രാറ്റ്സ്. ഇനി രണ്ടാമതും നിങ്ങൾ ഒന്നും കൂടെ മെസ്സേജ് അയക്കാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലേസർ പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലുണ്ട്. അതിൽ കയറിയിട്ട് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾ ഹായ് ഫ്രെയിം എന്നുണ്ട് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അതിൽ നറുക്കെടുക്കുന്ന ആൾക്ക് ഒരു A4 സൈസിലുള്ള ഒരു ഫ്രെയിം നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ബാക്ക് ടു മൂവി. ഈ മൂവി റിട്ടൺ ബൈ ജൂഡ് ആന്റണി, അതുപോലെ തന്നെ അരവിന്ദ്. ഈ രണ്ടുപേരാണ് മൂവി എഴുതിയിട്ടുള്ളത്. ഇതിലെ കാസ്റ്റിംഗ് മെയിൻ നമ്മുടെ ജയറാമേട്ടൻ, അതുപോലെ തന്നെ ജയറാമേട്ടന്റെ മകൻ കാളിദാസ് ജയറാം, പിന്നെ ഷറഫുദ്ദീൻ ഇതിലൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷാനി. അപ്പൊ ചേട്ടാ, മൂവിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് പങ്കുവെക്കാം. അതിനു മുമ്പായിട്ട് ഒരാളും കൂടെ ഉണ്ട്. കുറച്ച് മുമ്പ് അവിടെ കാണില്ല. ശരത് ഭായ് നമ്മളെ ഫ്രണ്ടാണ്. ഓക്കെ, നിങ്ങൾ 3 പേരും പോയിട്ടാണ് മൂവി കണ്ടത്. മലപ്പുറത്തുള്ള മല്ലിക പ്ലക്സിലാണ് നമ്മൾ മൂവി കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ ലൊക്കാലിറ്റിയിൽ ഒന്ന് അത്യാവശ്യം നല്ലൊരു തിയേറ്റർ എന്ന് പറയാനുള്ളത് മല്ലിക പ്ലക്സ് ആണ്. പിന്നെ ഒന്നെങ്കിൽ നമുക്ക് മാറിയിട്ട് കോട്ടക്ക് പോകണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മഞ്ചേരി പോകണം. ആളുകൾ ചടച്ചപ്പോ ഏതായാലും നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു ഫീൽ ഗുഡ് മൂവി, ഫാമിലി ആയിട്ട് കണ്ട്. അതായത് ഇതിന്റെ ഡയറക്ടർ വന്നിട്ടുണ്ടായിരുന്നത് വടക്കൻ സെൽഫി ചെയ്ത പ്രജിത്ത്. അതായത് ഇപ്പൊ കൂടുതൽ മൂവികളും കൂടുതൽ വയലൻസ് ആണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് ഈ മൂവി ഒന്ന് വാച്ച് ചെയ്യാം തിയേറ്ററിൽ പോയിട്ട്. ശരത്തിന്റെ ഒരു അഭിപ്രായം പറയും ഈ മൂവിയെ കുറിച്ച്. എന്റെ സിനിമയുടെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പഴയൊരു ജയറാമിനെ നമുക്ക് തിരിച്ചു കിട്ടി. അതെ, കാലത്തിന് ശേഷം നമുക്കൊരു ജയറാമിനെ തിരിച്ചു കിട്ടി. അതെ, അതുപോലെ തന്നെ പഴയ പടങ്ങൾ എന്നും നമുക്ക് റിപ്പീറ്റഡ് വാല്യൂ ഉള്ള മൂവികളാണ്. കാരണം ഇപ്പോഴത്തെ മൂവികളൊന്നും റിപ്പീറ്റഡ് വാല്യൂ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മളിപ്പോ ഒരു ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ പഴയ മൂവികൾ നമ്മൾ യൂട്യൂബിൽ വാച്ച് ചെയ്യും. അപ്പൊ ആ പഴയൊരു ജയറാമേട്ടൻ എന്നൊക്കെ പറഞ്ഞ അക്കാലത്ത് അത്രക്കും ഒരു ബ്രില്യന്റ് ആക്ടറായിരുന്നു. കാരണം അല്ലെ, പല കഴിവുകളും ടാലന്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ശരത്ത് പറഞ്ഞ പോലെ ജയറാമേട്ടന്റെ ആ പഴയ ഒരു സ്കിൽസ്, ആ ഒരു സിഗ്നേച്ചർ സ്കിൽസ്, ആ ഒരു ആക്ടിങ് ക്യൂ ടൂൾസ് ഒക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2-3 സീനിലുണ്ട്. അതൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിരിക്കാനും കുറെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അച്ഛനും മകനും അഭിനയിച്ച ഒരു മൂവി, ഒരു കോംബോ ആണത്. കാളിദാസും അതുപോലെ തന്നെ ജയറാമേട്ടനും അച്ഛനും മോനും ഏറ്റവും കൂടുതൽ അഭിനയിച്ച സിനിമ മലയാള സിനിമ ചിലപ്പോൾ ഇവര് ആയിരിക്കും എനിക്ക് തോന്നണം, അല്ലെ? ഒപ്പം അഭിനയിച്ചതിൽ അപ്പൊ ആ ഒരു കോംബോ ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അവർ തമ്മിലുള്ള കെമിസ്ട്രി അതൊക്കെ അത്യാവശ്യം ഈ സിനിമയിൽ അടിപൊളിയായിട്ടുണ്ട്. 2 പേരുടെയും അഭിനയം എടുത്തു പറയാവുന്നതാണ്. ഇതിൽ ആശാ ശരത്ത് നല്ലൊരു അമ്മ വേഷം ചെയ്തിട്ടുണ്ട്. അതായത് സിനിമയുടെ പ്ലോട്ട് സിനിമക്കുള്ളില് സിനിമയുടെ ഒരു കഥ പറയുന്ന, അതായത് ഒരു അച്ഛനും മോനും അവര് 2 പേരും ഒരേ പാഷൻ. കാരണം ഇപ്പോ ഓരോ മനുഷ്യരും ഓരോ ആശകളുണ്ടാവും. നമുക്ക് ഓരോ മനുഷ്യന്മാർക്കും ഓരോ ആശകളുണ്ടാവും. ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ പലപ്പോഴും കണക്ട് ആകുന്ന പല ഒരു മുഹൂർത്തങ്ങൾ ഇതിലുണ്ട്. അതായത് ഒരു അച്ഛനും പല വൈകാരികമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ട് ഇതിലുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെ വീട്ടില് ഒക്കെ നടക്കുന്ന ആ ഒരു സംഭവങ്ങള്. അതായത് സിനിമാ മോഹിയായിട്ട് നടക്കുന്ന മകൻ, അതുപോലെ തന്നെ കുടുംബത്തിന്റെ എന്റെ ഒരു ഭാരം ചുമടിലേറ്റ് അച്ഛൻ. അതാണ് കഥ പറയുന്നത്. ഫൈനലി പിന്നെ സിനിമയുടെ ഓരോ സിനാരിയോസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അടിപൊളി മത്സരിച്ച് 2 ആള്, അതായത് കാളിദാസ് ആണെങ്കിലും ജയറാം ആണെങ്കിലും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പലപ്പോഴും പല ഇൻഡസ്ട്രിയിൽ ഒതുങ്ങിപ്പോയ ജയറാമേട്ടൻ ഒരു മെയിൻ, അല്ലെ, നമ്മുടെ മലയാളത്തിലോട്ട് മെയിനിൽ വന്ന് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. പല സീനുകളൊക്കെ ഭയങ്കര ഇമോഷണലി നമുക്ക് കണക്ട് ആവുന്ന രീതിയിൽ ഇത് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. മുമ്പ് വടക്കൻ സെൽഫി ചെയ്ത പ്രജിത്ത് എന്ന ആൾ തന്നെയാണ് ഇതും ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. കുടുംബ പ്രേക്ഷകർക്ക് നല്ലൊരു വാച്ചിങ് മൂവിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ജയറാമേട്ടനൊക്കെ പണ്ട് ഒരുപാട് ഫാൻസ്, നല്ലൊരു തിരിച്ചുവരവാണ് ജയറാമിന്റെ. അതുപോലെ ഇനിയും നല്ല ഗുഡ്
ഫീൽ മൂവി വരട്ടെ. ഓക്കെ, ഇതിന്റെ ഇടയിൽ കുറച്ച് പരാജയങ്ങൾ സംഭവിക്കും. മൂവി ഇൻഡസ്ട്രി ആകുമ്പോ, ഏത് ഇൻഡസ്ട്രി ആകുമ്പോ അതിൽ പരാജയങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മൂവിയിൽ അതായത് അച്ഛനും മകനും നല്ലൊരു കോംബോ മൂവിയാണ്. ഇത് മുമ്പും ജയറാമേട്ടനും കാളിദാസും വന്ന ഒരുപാട് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ, ആ മൂവിയൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള അനുഭവങ്ങൾ. ലാസ്റ്റ് സീനിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇമോഷണൽ ആവുന്നുണ്ട്. നല്ല അതാ ഞാൻ പറഞ്ഞത്, ഇതിൽ ഇമോഷണൽ ആയിട്ടുള്ള കണക്ട് ആവുന്നു പല കാര്യങ്ങളും. ലാസ്റ്റ് ആ സീനിലൊക്കെ. പിന്നെ ഈ മൂവിയിൽ ഇപ്പൊ നെപ്പോട്ടിസം അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഷറഫുദ്ദീൻ അതില് ചിന്തിപ്പിക്കും അതുപോലെ തന്നെ ചിരിപ്പിക്കും ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലീഡിങ് റോൾ ഇതിലാള് റഫായിട്ടാണ് വന്നുള്ളത്. പക്ഷെ എന്നാലും ചിരിക്കാൻ കുറെ ഉണ്ട്. അതായത് ചില മാനറിസം, കാളിദാസ് ആണെങ്കിലും ജയറാം ആണെങ്കിലും അവരെ മാനറിസം, അല്ല അവരെ ചില ആക്ടിങ്സ്, അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചിരിക്കാൻ പറ്റും തിയേറ്ററിൽ പോയിട്ട്. പിന്നെ കാര്യമായിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള സിനാരിയോസോ അല്ലെങ്കിൽ ഒരു പ്ലോട്ടോ ഒന്നും. അതായത് കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു മൂവി കാണുന്നത് അല്ലെ, അല്ലെങ്കിൽ ഫുള്ള് വയലൻസ്, ക്രൈം, ത്രില്ലർ. ഇത് നല്ലൊരു ഫാമിലി മൂവിയാണ്. സിനിമ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. എനിക്ക് അത്രേ സിനിമയെ കുറിച്ച് പറയാനുള്ളൂ. നല്ല സിനിമയായിരുന്നു, എല്ലാരും കാണണം അല്ലെ. എല്ലാ കുടുംബങ്ങൾക്കും ഒരുമിച്ച് പോയിരുന്ന് കാണാൻ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഞാനൊക്കെ ലാസ്റ്റ് ഇമോഷണൽ ആയി പോയി, ചെറുതായിട്ടൊന്ന് കരയും ചെയ്തു. ഞാൻ ഭയങ്കര സിനിമ. ആ കരഞ്ഞപ്പോഴാണ് എന്റെ മുഖത്തേക്ക് നോക്കിയത്. എനിക്ക് ആ പണ്ടത്തെ ലാലേട്ടൻ ആ സിനിമയിലേക്കൊക്കെ പോയൊരു ഫീലിംഗ് ആയിരുന്നു. അല്ല, കുറെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു മൂവീസ് ഒക്കെ ഇറങ്ങണം നല്ലതാണ്. കാരണം ഇപ്പൊ എല്ലാം ബജാജ് ചേട്ടൻ പറഞ്ഞ ഇമോഷണൽ ആയിട്ടുള്ള ത്രില്ലേഴ്സ് സ്ഥിരം അല്ല ഒരേ ജോണർ മൂവീസ് വരുമ്പോൾ നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും. അതിനത് മാറിയിട്ട് ഇടക്ക് പഴയ ഒരു സത്യനന്ദിക്കാട് മൂവിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് റീസെന്റ് ജയറാമേട്ടൻ ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. അതിലേക്കൊക്കെ ഒട്ടും ജയറാമേട്ടന്റെ അഭിനയം ഓവർ ആവാതെ പുള്ളി അത് എടുത്തു പറയുന്ന അഭിനയത്തിന്റെ ഒരു 2-3 ഇത് കാണിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ജയറാമൊക്കെ അതർ ഇൻഡസ്ട്രിയിൽ പോയിട്ട് അല്ലെ പല ഒരു സൈഡ് റോളൊക്കെ ചെയ്ത് അതും പലപ്പോഴും കണക്ട് ആവാത്ത ഇത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അച്ഛൻ മകനെ പുറത്ത് കാണിക്കാതെ സ്നേഹിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇനിയുള്ള മൂവിയൊക്കെ ജനറേഷൻ സിനിമയുടെ പശ്ചാത്തലം വേറെ ഒന്നും വെച്ചാൽ ഇപ്പൊ ഒരു ജനറേഷനിലുള്ള എല്ലാവരും ഇത് കാണണം. ഈ ജനറേഷൻ വേറെ ജനറേഷൻ ഹാൻഡ് ഓവർ ചെയ്യണം. അതായത് ഇനിയിപ്പോ മമ്മൂട്ടി, മോഹൻലാൽ ഇനിയിപ്പോ ആ ജനറേഷൻ ഒന്നും മാറിയിട്ട് അവരെ മക്കളുള്ള ജനറേഷനിലോട്ട് വരികയാണ്. നമ്മൾ നെപ്പോട്ടിസം അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊന്നും നമ്മൾ ആധികാരികമായിട്ട് പറഞ്ഞില്ല. നമ്മൾ പടം കണ്ട് നമുക്ക് അതിൽ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ആയിട്ട് ശങ്കുവെച്ചു. ഇത് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണോ? തീർച്ചയായും ഫാമിലിയൊക്കെ കാണുന്നത്. ഒന്ന് പോവാ, ഒന്ന് റിലാക്സ് ആയാ പോവാ. യൂട്യൂബേഴ്സിനൊക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഈ മൂവിയില്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മൂവിന്റെ ഒരു മാർക്കറ്റിംഗ് ആണ് ശരിക്കും. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സെക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം അതുപോലത്തെ പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പൊ അതിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ ഫാൻസ് ഉള്ള ആളുകളെ മൂവിയിലേക്ക് വരുമ്പോൾ ആ മൂവിന്റെ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്യാൻ കഴിയും. പിന്നെ ടാലന്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ കോമഡി സ്റ്റാർസ്, കോമഡിയിലുള്ള താരങ്ങളുണ്ട്. അതിൽ സിനിമ ഇഷ്ടപ്പെടുന്ന അവരൊക്കെ അവരൊക്കെ അവരെ റോള് ഭദ്രമായിട്ട് ചെയ്ത് ക്യാരക്ടർ ചെയ്തിട്ട് പോയിട്ടുണ്ട്. ആരും ഒട്ടും നമുക്കൊരു ബോറടിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ആരും ചെയ്തു വെച്ചിട്ടില്ല. മൂവി ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ലാഗിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എനിവേ നമ്മൾ സൈൻ ഔട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ ലേസർ പിക്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. ഒരാളും കൂടെ വെയിറ്റിംഗ് ആണ് ഗിഫ്റ്റിന് വേണ്ടിയിട്ട്, ഫ്രെയിമിന് വേണ്ടിയിട്ട്. അപ്പൊ ഹായ് ഫ്രെയിം എന്നുള്ളത് നിങ്ങൾ നമുക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പൊ എനിവേ അടുത്ത ഒരു മൂവി റിവ്യൂ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. ഇറ്റ്സ് മീ അനസ്. സൈനിങ് ഔട്ട്.